നിങ്ങളിപ്പോൾ ഈ കാണുന്നത് 1323 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഹൈറോഗ്ലിഫിക് ആണ്. ഇതിൽ മെയിനായിട്ട് 4 ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റും. അതായത് ഒരു ഹെലികോപ്റ്റർ പോലെ ഇരിക്കുന്ന ഒരു സംഭവം, ഒരു സ്പീഡ് ബോട്ട് പോലെ ഇരിക്കുന്ന ഒരു സംഭവം, ഒരു സ്പേസ് ഷിപ്പ് പോലെ ഇരിക്കുന്ന ഒരു സംഭവം, പിന്നെ ഒരു എയറോപ്ലെയിന്റെ ടെയിൽ ഭാഗം പോലെ ഇരിക്കുന്ന ഒരു സംഭവം. അതിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്, വൈറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഹെലികോപ്റ്ററിന്റെ സംഭവം. പക്ഷെ ഇത്തരത്തിലുള്ള വീഡിയോസിന്റെ കുഴപ്പം എന്താ വെച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ ആരും തന്നെ പറയുന്നില്ല. ഇതൊരു കോൺസ്പിറസി തിയറി ആയിട്ട് മാത്രമാണ് ആൾക്കാർ ഇങ്ങനെ വച്ചേക്കുന്നത്. അങ്ങനെയാണ് ഈ വീഡിയോസിലൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈജിപ്തിലെ അബഡോസ് എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലുള്ള ഒരു ടെമ്പിളിൽ കണ്ടുവരുന്ന ഒരു ഹൈറോഗ്ലിഫിക് ആണിത്. ഏൻഷ്യൻ ഈജിപ്ഷ്യൻസ് ഉപയോഗിച്ചിരുന്ന ഒരു തരത്തിലുള്ള റൈറ്റിങ്ങിനെയാണ് നമ്മൾ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷന്റെ പേര് ടെമ്പിൾ ഓഫ് സെറ്റി അല്ലെങ്കിൽ ടൂംബ് ഓഫ് സെറ്റി എന്നൊക്കെ പറയും. അതായത് ഈ തരത്തിലുള്ള സ്ട്രക്ചേഴ്സിന് നമ്മൾ ടൂംബ് എന്നാണ് പറയുന്നത്. ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരുപാട് കണ്ട ഒരു സിനിമയാണ് മമ്മി റിട്ടേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മമ്മി റിട്ടേൺസ് മാത്രമല്ല, അതിന്റെ ഒരു സീരീസ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവന്ന ഒരു ഈജിപ്ഷ്യൻ ലാംഗ്വേജ് ആണ് ശരിക്കും ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് പിക്ചേഴ്സ്, സിമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും ഹൈറോഗ്ലിഫിക് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പഴക്കം ചേർന്ന ഒരു ഹൈറോഗ്ലിഫിക് കണ്ടുപിടിക്കുന്നത് 2017 അതായത് ഏകദേശം 5200 വർഷങ്ങൾ പഴക്കമുള്ള ഹൈറോഗ്ലിഫിക്സ് വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഹൈറോഗ്ലിഫിക് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കിളികളുടെ പടം കാണാൻ പറ്റും, ഒരുപാട് സൂര്യന്റെയും ഒരുപാട് ആനിമൽസിന്റെയും അങ്ങനെ ഒരുപാട് ഇമേജസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സിമ്പിൾസും പിക്ചേഴ്സും അല്ലെങ്കിൽ ഈ സിമ്പിൾസും പിക്ചേഴ്സിന്റെ കോമ്പിനേഷൻ അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള മീനിങ് ആയിട്ടാണ് ശരിക്കും ഈ ലാംഗ്വേജിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ സാധാരണ ലാംഗ്വേജ് പോലെ അല്ല. പക്ഷെ ഇതിന്റെ ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഈ ഒരു ഹൈറോഗ്ലിഫിക്സിന്റെ പർപ്പസ് എന്താണ്, എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്, ആരാണ് ഇത് കൊണ്ടുവന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ അറിയില്ല. അത് സ്റ്റിൽ റിമെയിൻസ് എ മിസ്റ്ററിയാണ്. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ് ഹൈറോഗ്ലിഫിക്കിന്റെ അർത്ഥം, അതായത് ഹോളി റൈറ്റിംഗ് എന്നാണ് ശരിക്കും ഹൈറോഗ്ലിഫിക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇതും കൂടാണ്ട് ഹൈറോഗ്ലിഫിക്സിന്റെ ഒറിജിനെ പറ്റിയിട്ട് നമുക്ക് വേറൊരു കാര്യം അറിയാം. ഇവിടെ സർപ്രൈസസ് ഒന്നുമില്ല. അനുനാക്കിയുടെ സ്റ്റോറിയിലും മായൻ സിവിലൈസേഷന്റെ കഥകളിലും നമ്മുടെ ഹിന്ദുയിസത്തിന്റെ കഥകളിലും അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളിലൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ഒരു ലാംഗ്വേജും ഈ ഒരു അറിവും കാര്യങ്ങളൊക്കെ ഇവർക്ക് പകർന്നു കൊടുത്തത് ദൈവങ്ങളിൽ നിന്നാണ്. അത് ദൈവങ്ങളാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവർക്ക് പകർന്നു കൊടുത്തത്. അങ്ങനെ അതേ സംഭവം തന്നെയാണ് ഏൻഷ്യൻ ഈജിപ്ഷ്യൻ ടെക്സ്റ്റുകളിലും പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ലോകത്തിലത്തെ പല സ്ഥലത്തുള്ള പുരാതന പുസ്തകങ്ങളിലൊക്കെ എഴുതപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ആകാശത്ത് നിന്ന് വരുന്ന ദൈവങ്ങളെ പറ്റിയിട്ടും അവർ ഒരുപാട് ഗിഫ്റ്റും നോളജും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ശരിക്കും എല്ലാത്തിനും വളരെ കോമൺ ആയിട്ട് പറയുന്നത്. പക്ഷെ ഈജിപ്ഷ്യൻസിന്റെ കേസിൽ ദൈവങ്ങളായിട്ട് മനുഷ്യർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ലാംഗ്വേജിനെയാണ് ശരിക്കും ഹൈറോഗ്ലിഫിക് എന്ന് പറയുന്നത്. പുരാതന ഈജിപ്ഷ്യൻ റിലീജിയസ് ടെക്സ്റ്റുകളിലൊക്കെ പറയുന്ന ഒരു കഥയുണ്ട്. അതായത് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മീറ്ററായിട്ടോ എന്തൊരു കല്ല് പോലത്തെ സംഭവം ആകാശത്ത് നിന്ന് വന്നിങ്ങനെ വീണതായിട്ട് ഈ കഥകളിൽ പറയുന്നുണ്ട്. ഈ ഒരു കല്ലിന്റെ പേരാണ് ബെൻ റോക്ക്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. മിക്കവാറും നിങ്ങൾ ഇതിനെപ്പറ്റി എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ റിലീജിയസ് ടെക്സ്റ്റിലൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ആകാശത്ത് നിന്ന് ഈ ഒരു സംഭവം ഇങ്ങനെ ഇറങ്ങി വന്ന് അവിടെ ലാൻഡ് ചെയ്തു എന്നാണ്. അതായത് കൺട്രോൾഡ് ഡിസെൻഡ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അങ്ങനെയൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അവർ ഈ ഒരു സംഭവം ഇങ്ങനെ എഴുതി വെക്കണമെങ്കിൽ അവരെന്തെങ്കിലും കണ്ടിട്ടായിക്കൂടി ഇങ്ങനെ എഴുതി വെക്കുന്നത്. അത് തന്നെയാണ് ശരിക്കും അനുനാക്കിയുടെ അതും കൊടുത്തിരിക്കുന്നത്. അതേ സെയിം തന്നെ സംഭവം തന്നെയാണ് മായൻ സിവിലൈസേഷൻ, നമ്മുടെ ഒട്ടുമിക്ക സംഭവത്തിലൊക്കെ കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി കളക്റ്റീവായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അതിനെപ്പറ്റി കേട്ടപ്പോഴും ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു സെൽഫ് റിസർച്ച് നടത്തിയപ്പോൾ ശരിക്കും എൻ്റെ കിളി പോയ ഒരു അവസ്ഥയാണ്. ആ ഒരു വീഡിയോയിൽ എനിക്ക് കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടം തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇവിടുത്തെ ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറയാം, ഈ പറയുന്ന പുരാണങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ഈജിപ്റ്റോളജിസ്റ്റ് കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നുണ്ട്. അതായത് ഈ പറയുന്ന പോലെ ഒരു കല്ല് പോലത്തെ സംഭവം നമ്മുടെ ഭൂമിയിൽ വന്ന് ഇങ്ങനെ ഡിസെൻഡ് ചെയ്യുന്നതെന്നും അതിന്റെ അകത്തുനിന്ന് ഒരു സംഭവം ഇങ്ങനെ ഇറങ്ങി വന്നെന്നും ഒരു ആള് അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഈജിപ്റ്റോളജിസ്റ്റും പറയുന്നത്. ഈ ഒരു സ്റ്റോറി നമ്മുടെ ഹൈറോഗ്ലിഫിക്സ് ആയിട്ടുള്ള ബന്ധം എന്താ വെച്ചാൽ ഈ പറയുന്ന ബെൻ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന്റെ പുറത്ത് ഒരുപാട് ഹൈറോഗ്ലിഫിക്സ് എഴുതി വെച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഹൈറോഗ്ലിഫിക്സ് എന്നുള്ള ഒരു സംഭവം നമ്മുടെ ഭൂമിയിലേക്ക് വന്നതെന്നുള്ളൊരു ഐതിഹ്യമുണ്ട്. ഓക്കെ, ഇതിപ്പോ എനിക്കെന്നല്ല ആർക്കും തന്നെ ഇത് കൺഫേം ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് സമയത്തിന് ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഹൈറോഗ്ലിഫിക് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നതും അത് നമ്മുടെ മനുഷ്യരിലേക്ക് സ്പ്രെഡ് ആവുന്നതും അത് ഉപയോഗിച്ച് ദൈവങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെയാണ് ഇതിലൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഹൈറോഗ്ലിഫിക്കിന്റെ കാര്യം. അതിന്റെ സംഭവങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണം. നിങ്ങളിപ്പോ ഈ കാണുന്നത് ചൈനീസ് ആണ്.
മലയാളം മദർ ടങ് ആയിട്ടുള്ള എനിക്ക് ഒരിക്കലും ഈ ഒരു സംഭവം എന്താന്ന് പോലും, എന്ത് സംഭവം എന്ന് പോലും എനിക്ക് ഒരിക്കലും ഒരു കാലത്തും മനസ്സിലാവാൻ പോകണില്ല. കാരണം അതേപോലെയാണ് ഇവരുടെ ലാംഗ്വേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളൊരു ഹൈറോഗ്ലിഫിക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കിളിയാണെന്നും ഇതൊരു പശുവോ അതേപോലെ ഒരു നാൽക്കാലിയാണെന്നും ഇത് സൂര്യനാണെന്നും ഇത് വേവ്സ് ആണെന്നും നമുക്ക് ശരിക്കും ഗസ് ചെയ്യാൻ പറ്റും. അതായത് ശരിക്കും ഒരു പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അതായത് ഏൻഷ്യൻ ഈജിപ്ഷ്യൻസിന്റെ ഈ ഒരു ലാംഗ്വേജ് ഒന്ന് വിചാരിച്ചാൽ ആർക്ക് വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ശരിക്കും. കാഴ്ചയിൽ ഹൈറോഗ്ലിഫിക്സ് നമ്മളെല്ലാവരും ക്യൂരിയോസിറ്റി നിറയ്ക്കുമെങ്കിലും ഇത് അത്യാവശ്യം സിമ്പിൾ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ഈ വീഡിയോയുടെ തുടക്കം കാണിച്ച ആ ഒരു ഹെലികോപ്റ്ററിന്റെയും ആ ഒരു സ്പീഡ് ബോട്ടിന്റെയും ആ ഒരു സ്പേസ് ഷിപ്പിന്റെ യഥാർത്ഥ സംഭവം ഞാൻ ശരിക്കും നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അത് കംപ്ലീറ്റ്ലി ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. അതായത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ബെയ്റ്റ് ആണ്. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്യൂരിയോസിറ്റി നിറയ്ക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിച്ചോ, അതിന്റെ പുറകെ ആയിരിക്കും ആൾക്കാർക്ക് അത് എന്താണെന്ന് അറിയാൻ വേണ്ടി താല്പര്യം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. പക്ഷെ ഈ പറയുന്ന പോലെ ഇതൊരു ഹെലികോപ്റ്റർ, ഇതൊരു റോക്കറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. ഈ ഒരു അവസ്ഥേനെയാണ്, അതായത് ഈ ഒരു ടെക്സ്റ്റിന്റെ ഈ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ശരിക്കും പലം സെറ്റ് എന്ന് പറയുന്നത്. ഈ വാക്ക് കേൾക്കുമ്പോൾ എന്താ വലിയ സംഭവം നമുക്ക് വിചാരിക്കും, പക്ഷെ സംഭവം വളരെ സിമ്പിൾ ആണ്. അതായത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ മഷിപ്പേന ഉപയോഗിച്ച് നമ്മൾ ഒരു സൈഡിൽ എഴുതിയെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പേജ് ഇങ്ങനെ തിരിക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ പേജിൽ എഴുതിയിരിക്കുന്ന സംഭവം ഈ ബ്ലാങ്ക് പേജിലേക്ക് ചെറുതായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പിന്നെയും ഇതിന്റെ മുകളിൽ കൂടെ എഴുതുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് എന്താണെന്ന് ശരിക്കും നമുക്ക് വായിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഓക്കെ, അതായത് ഒരു ലാംഗ്വേജിന്റെ അല്ലെങ്കിൽ ഒരു എഴുത്തിന്റെ മുകളിൽ കൂടെ നമ്മൾ വേറൊരു എഴുത്ത് എഴുതിയാൽ എങ്ങനെയുണ്ടാവും? അതിനെയാണ് ശരിക്കും പലം സെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു എഴുത്തിന്റെ മുകളിൽ വേറൊരു എഴുത്ത് വരുമ്പോൾ ഒരു അവസ്ഥയാണ് ശരിക്കും ഈ പറയുന്നത്. അതായത് ആദ്യം ഇവിടെ എഴുതിയിരുന്ന സംഭവത്തിന്റെ ട്രാൻസ്ലേഷൻ എന്താ വെച്ചാൽ ദ വൺ ഹു റിപ്പൾസസ് ദ നൈൽ. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിനൊന്നും ഞാൻ പോകുന്നില്ല. അതാണ് ശരിക്കും ഇതിന്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ എഴുതിയിരിക്കുന്ന വാചകത്തിനും കുറച്ചുകൂടി നല്ല വാചകം ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായപ്പോൾ അത് റീപ്ലേസ് ചെയ്തിട്ട് ഹി ഹു പ്രൊട്ടക്ട്സ് ഈജിപ്റ്റ് ആൻഡ് റിപ്പൽസ് എനിമീസ്. ഓക്കെ, ഈ സംഭവമായിട്ട് റീപ്ലേസ് ചെയ്യാന്ന് വിചാരിച്ചു. അതായത് ആദ്യത്തെ ആ ഒരു ഹൈറോഗ്ലിഫിക്കിനെ രണ്ടാമത്തെ ഹൈറോഗ്ലിഫിക് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചിരുന്നത്. ഇവർക്ക് ഇവിടെ ചെയ്യാവുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ ആ എഴുതിയിരിക്കുന്ന ആ ഒരു ലൈം സ്റ്റോണിന്റെ ആ ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് പുതിയതായിട്ട് എഴുതിയിട്ട് അവിടെ കൊണ്ടിങ്ങനെ വച്ചാൽ മതിയായിരുന്നു. ഈ ഒരു കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് അത്യാവശ്യം പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് ആ കാലത്ത്. ഓക്കെ, അതുകൊണ്ട് അവർ ആ കല്ലിനെ വേസ്റ്റ് ചെയ്യാണ്ട് അതിന്റെ മുകളിൽ പ്ലാസ്റ്റർ ചെയ്തിട്ട് അതിന്റെ മുകളിൽ പിന്നെയും ഹൈറോഗ്ലിഫിക് കൊത്തി വെച്ചു. ഓക്കെ, അപ്പോ ഈ ആദ്യത്തെ വാചകത്തിന്റെ മുകളിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട് അതിന്റെ മുകളിൽ പിന്നെ രണ്ടാമത് ഹൈറോഗ്ലിഫിക് കൊത്തി വെച്ചു. അവൻ ഒരുപാട് വർഷങ്ങളിന് മുന്നോട്ട് പോയപ്പോൾ ഈ പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പയ്യനെ ഇളകിപ്പോയി. ഇപ്പൊ ഈ കാണുന്ന ഹെലികോപ്റ്ററിന്റെ ഈ റോക്കറ്റിന്റെയും ഈ പ്ലെയിനിന്റെ ഒക്കെ മോഡൽ ഇങ്ങനെ വന്നു എന്നേ ഉള്ളൂ. അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതാണ് ശരിക്കും അവിടുത്തെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ് ഉദ്ദേശിച്ചത്. ഹൈറോഗ്ലിഫിക് എന്താണെന്നും ഈ പറയുന്ന ഹെലികോപ്റ്ററിന്റെ ആ ഒരു ക്ലിക്ക് ബേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പൊളിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പൊ ഈ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഏൻഷ്യന്റ് ആയിട്ട് നടന്നിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ലെജൻഡ്സും കാര്യങ്ങളൊക്കെ ഒരു കളക്റ്റീവായിട്ട് എല്ലാ ഡേറ്റും വെച്ചിട്ട് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും ഞാൻ ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും എനിക്കും നിങ്ങൾക്കും. കാരണം അങ്ങനത്തെ ഒരു വീഡിയോസ് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം.